ഹായ് ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആസ്ട്രി പോകാം കേട്ടോ. അതിൻ്റെ ചെറിയ വ്ളോഗാട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാല് വെറ്റി ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ വതി നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മൾ ആലുവയിലൊരു സിട്രസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഫുഡാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മൾ ആസ്റ്ററിലെത്തി. ആസ്റ്ററിലേക്ക് എത്തണേക്ക് മുമ്പുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ആസ്റ്ററിലെത്തി. അഡ്മിഷനൊക്കെ ഓക്കെ ആയി എന്ന് പറഞ്ഞു അവർ. റൂമിലേക്ക് കൊണ്ടുപോകട്ടോ നമ്മളെ. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ടാവും നമ്മളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ റൂമിൽ നമ്മൾ കയറാൻ പോവാണ്. റൂമെന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളിയായിട്ടുള്ള റൂമാണ്. പേഷ്യൻറ്റിൻ്റെ ബെഡ്, അപ്പുറം ബൈ സ്റ്റാൻഡറിൻ്റെ ബെഡ്. പിന്നെ ഈവ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കും കേട്ടോ. ഉറങ്ങി എണീറ്റേൻ്റെ പോരുന്ന വഴിക്കൊക്കെ ഒന്ന് ഛർദ്ദിച്ചായിരുന്നു കേട്ടോ. ഛർദ്ദിച്ച് ആകെ സീനായിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറിയതിൻ്റെ ഒരു തുള്ളിച്ചാടലാട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷനുണ്ട് എങ്ങനെയായിരിക്കും ഇവിടെ ഇനി ഇരിക്കാൻ പോണേന്നുള്ളത്. ഇപ്പോൾ സർജറിയുടെ ദിവസമാട്ടോ. രാവിലെ 6:30-ക്കാണ് എന്നെ കയറ്റിയത്. എനിക്ക് എൻ്റെ ആയിരുന്നു ഫസ്റ്റ് കേസ്. ഈ സർജറി കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ ഈവ നല്ല ഉറക്കമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈവ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. നല്ല ക്ഷീണമുണ്ട്. ഈ പറഞ്ഞ പോലെ കാലിനാണ് സർജറി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബോധം കിടത്തിയതിൻ്റെയൊക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. പി വി ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് മാറുമില്ല. എന്നാലും കുഴപ്പമില്ല. വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ അങ്ങ് അസുഖമായിട്ട് പോകാനായിട്ട് പറ്റി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം പപ്പയും മമ്മിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവ അവരുടെ അടുത്ത് പോയിരിക്കും കേട്ടോ. സാധാരണ ഇവ അവരുടെ അടുത്ത് അങ്ങനെ പോകാറില്ല, കാരണം അവരങ്ങനെ കാണാറില്ല, കുറവാണ് കാണുന്നത്. എന്നാലും ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് ചാടിക്കയറി പപ്പയുടെ മമ്മിയുടെ അടുത്തൊക്കെ പോയി. മമ്മി കേട്ടോ ഇനി നിൽക്കുന്ന 2 ദിവസം ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ തന്നെ എൻ്റെ ടെൻഷൻ പകുതി മാറി. കാരണം ഇവ ഇരിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ മമ്മിയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ കാലിന് കേട്ടോ ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 ദിവസം കിടക്കേണ്ട വന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരും കേട്ടോ. തിരിച്ച് പോരാൻ നേരത്ത് ഇവ എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിലേക്ക് പോകണം. അതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാ ദിവസവും വീഡിയോസ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും അല്ലാത്ത കാരണേ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.